വന്നിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ 40 സീറ്റർ ഫിക്സ്ഡ് ഗ്ലാസ്സുള്ള കിടിലം ബസ്സായിട്ടാണ് വന്നത് കേട്ടോ. AC മോഡലാണ്. ഇതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. വിശേഷങ്ങൾ നോക്കാം. അപ്പൊ ഇതാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ടാറ്റ അൾട്രാ പ്രൈം 11.6/54 എന്ന് പറഞ്ഞുള്ള മോഡൽ. 40 സീറ്റർ ആണ് വാഹനം. ഫിക്സഡ് ഗ്ലാസ് ആട്ടോ. AC തന്നെ ഫിക്സഡ് ഗ്ലാസ് ആണ്. നമ്മൾ ഇതിന്റെ നോർമൽ ഗ്ലാസ് ഉള്ള വാഹനത്തിന്റെ വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ KSRTC ഒക്കെ വാഹനം എടുത്ത് ഒരുപാട് ഫേമസ് ആയിക്കണേ. ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഫേസ് അല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ മാത്രമല്ല 3 ഷേപ്പിൽ, അതായത് 3 രീതിക്ക് വൈഡർ ആയിട്ടുള്ള ബോഡി അവൈലബിൾ ആയിട്ട് വരും കേട്ടോ. ഫ്രണ്ടില് 2200 mm ഒരു വിട്ടുള്ള ബോഡി വരുന്നുണ്ട്, 2340 mm വിട്ടുള്ള ബോഡി വരുന്നുണ്ട്, 2350 mm വിട്ടുള്ള ബോഡിയും വരുന്നുണ്ട്. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2340 mm വിടുത്തുള്ള ബോഡി ആട്ടോ. മുകളിൽ 2 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു ഹിഡൻ മിറർ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ ഒരു കൊമ്പ് പോലത്തെ മിറർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡുവൽ വൈപ്പേഴ്സ് ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കണം. റൈറ്റ് സൈഡിൽ ബോർഡ് കാണും. പിന്നെ മാർക്കബോളോ ആട്ടോ ഈ വാഹനത്തിന്റെ ബോഡി ബിൽഡ് ചെയ്തേക്കണം. അപ്പൊ അവരുടെ ഒരു ഗംഭീര ലോഗോ ഇവിടെ ക്രോം ആവരണത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഒരു ഹണിക്കോം ഗ്രില്ല്, ചെറിയൊരു ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ വാഹനത്തിന്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്താണ്. വാഹനത്തിന്റെ ലൈറ്റ് വരുന്നത് ഹാലോജൻ ആണ്. താഴെ ഒരു DRL വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ കാണാം. ഫ്രണ്ടില് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്രില്ലാണ് കേട്ടോ കൊടുത്താണ്. നല്ല സ്ട്രോങ് ആണ്. അതും നമുക്ക് ഹണിക്കും ഗ്രില്ലായിട്ടാട്ടോ കാണാൻ സാധിക്കുക. മാത്രമല്ല ഫ്രണ്ടിൽ ഒരു ബോണറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ കാണിച്ചു തരാട്ടെ. ഈ ഒരു ടാറ്റയുടെ ലോഗോയുടെ താഴെ ഇങ്ങനെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ആ ഒരു ബോണറ്റ് കാണും. ഇതിന്റെ അകത്ത് നമ്മുടെ റേഡിയേറ്ററും ഇന്റർകൂളറും എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടി നെട്ടും ബോൾട്ടൊന്നും അഴിച്ചിട്ട് ബോണറ്റ് പൊക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പൊക്കാവുന്ന രീതിക്കുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കൊടുത്താണ്. താഴ്ഭാഗത്ത് ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ടർ സ്റ്റിക്കറുകൾ കാണാം. ഇതൊക്കെയാണ് വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ തരക്കേടില്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു 180 mm ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഏതൊരു ടെറൻസിലും അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ടാറ്റ മോട്ടോഴ്സ് വാഹനത്തിന് സെറ്റ് ചെയ്താണ്. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഡോർ ആണ് കൊടുത്താണ് ഡ്രൈവറിന്. ഡ്രൈവർ ഡോറിന്റെ ഫ്രണ്ടിലായിട്ടും എക്സ്ട്രാ ഒരു ഗ്ലാസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയും ഒരു മിറർ വരുന്നുണ്ട്. ടാറ്റയുടെ ഫ്ലീറ്റ് എഡ്ജിന്റെ ആ ഒരു ആപ്പ് ഈ വാഹനത്തിൽ സപ്പോർട്ട് ചെയ്യൂട്ടാ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു വൈപ്പറിന്റെ ഒരു വെള്ളം നിറയ്ക്കാനുള്ള ഒരു ടാങ്ക് കൊടുത്തത്. തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം. പക്ഷെ നമുക്ക് ഇപ്പൊ തുറക്കാൻ പറ്റില്ല. എയർ ഫിൽറ്ററിന്റെ ഭാഗമാട്ടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു തുറക്കാനുള്ള ഒരു ഭാഗം ഉണ്ട്. ഈ ഒരു ഭാഗം എയർ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗത്ത്. പിന്നെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് കയറാനായിട്ട്. വലിയ ഹൈറ്റ് ഒന്നുമില്ല വാഹനത്തിന്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇതാണ് ടാറ്റയുടെ ഫ്ലീറ്റ് എഡ്ജിന്റെ ആ ഒരു ആപ്പിന്റെ സ്റ്റിക്ക്. ഈ ആപ്പ് വഴി ജിയോ ഫെൻസിങ്, എത്ര കിലോമീറ്റർ ഓടിന്റെ സർവീസ് ഡ്യൂ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 90 ഡിഗ്രി വാഹനത്തിന്റെ ആ ഒരു ഡോറൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ പോയിട്ടുള്ള അടിപൊളിയായിട്ടില്ലേ. ഏറ്റവും പുതിയ ടാറ്റ അൾട്രാ പ്രൈമിന്റെ ഒരു സ്റ്റിക്കറിങ് കാണാം. ഒരു പിങ്ക്, വയലറ്റ്, ആകാശനീല കളറിലാണ് കേട്ടോ ഈ സ്റ്റിക്കറിങ്ങിന്റെ കളർ പോയേക്കണേ. ഇവിടെ പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. നോർമൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. താഴെ ലഗേജ് സ്പേസ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഡെഫ് ടാങ്കിന്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഒരുപാട് ഹിഡൻ സ്പേസുകൾ താഴെയും വരുന്നുണ്ട്. വാഹനത്തിന് 2 എമർജൻസി എക്സിറ്റുകളാണ് ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഡ്രൈവർ സൈഡിൽ. ഇനി ടയർ നോക്കുകയാണെങ്കിൽ 235/75R 17.5 ഇഞ്ചിന്റെ ടയറാണ് കൊടുത്താണ്. ടാറ്റയുടെ ലോഗോ സെന്റർ ഭാഗത്ത് കാണാം. ചെറിയ ടയറുകളാണ്. ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്താണ്. ഡുവൽ സ്റ്റേജ് പാരാബോളിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ഡ്രൈവർക്കും നമ്മുടെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനും നല്ലൊരു കംഫർട്ടോട് കൂടിയിട്ട് ഇരിക്കുന്ന സെറ്റപ്പിൽ തന്നെയാണ് ഇതിന്റെ സസ്പെൻഷൻ. ചെറിയ വാഹനമാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ ലോങ് ഡ്രൈവ് നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇപ്പൊ എല്ലാവരും വലിയ ബസ്സുകളൊക്കെ വിട്ട് ചെറിയ ബസ്സുകളിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിട്ട്, അതായത് വലിയ ടയറിൽ നിന്നൊക്കെ മാറി ചെറിയ സെറ്റപ്പ്. അപ്പൊ കൂടുതൽ നമുക്ക് എന്താ പറയുക, ലോ മെയിൻ്റെനൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 160 ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്. എങ്ങനെയുണ്ട് സൈഡിലത്തെ ഒരു ഫിക്സഡ് ഗ്ലാസ്. ഈ ഭാഗത്തും കണ്ട ഇവിടെ ഒരു ഡോറ്, അതായത് വിൻഡോ തുറക്കാൻ സെറ്റപ്പ് ഉണ്ട്. ബാക്കിലും ഉണ്ട് വിൻഡോ തുറക്കാനുള്ള സെറ്റപ്പ്. ഇൻ കേസ് നമുക്ക് വാഹനത്തിന്റെ AC യും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു
വിൻഡോ തുറന്നിട്ടിട്ട് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. ബാക്കിൽ ഡുവൽ ടയേഴ്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ഡുവൽ സ്റ്റേജ് പാരബോളിക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്താണ്. വാഹനം ഓടിച്ചു നോക്കുമ്പോൾ ഇത്രയും ഒരു ചെറിയ വാഹനമാണ് നമ്മൾ ഓടിച്ചു നോക്കണമെന്നുള്ള യാതൊരു ചിന്തയും വരില്ല കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഒരുപാട് സേഫ്റ്റി സംവിധാനങ്ങളും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ടയർ വിട്ടിട്ട് ബാക്കിൽ 3 റോ സീറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള കംഫർട്ടും കാര്യങ്ങളും നമുക്കറിയാം. പിന്നെ ഈ എമർജൻസി എക്സിറ്റ് ഡോറിന്റെ ഭാഗം നമുക്ക് തുറക്കാനൊക്കെ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് ഇങ്ങനെ ഒരു ഗ്ലാസ് കണ്ടോ, തല്ലി പൊട്ടിക്കാൻ, എന്നിട്ട് വേണം കയറാനായിട്ട്, പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. പണ്ടത്തെ പോലത്തെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ല കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ ഭാഗമായിക്കോട്ടെ, ക്വാളിറ്റിയുടെ കാര്യത്തായിക്കോട്ടെ, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലത്തെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റു ചില ചെറിയ വാഹനങ്ങളിൽ ബാക്കിൽ ഡിക്കി സ്പേസ് അവൈലബിൾ അല്ല കേട്ടോ. നമ്മുടെ വാഹനത്തിൽ ഡിക്കി സ്പേസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. മുകളിലും 2 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. വലിയ വിൻഷീൽഡ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്കറിങ് അടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയും എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. ബാക്കിലത്തെ ഈ ഒരു പോർഷനിലാണ് വലിയ ലഗേജ് സ്പേസ് വരുന്നത്. ഈ ടൈൽ ലാമ്പ് യൂണിറ്റ് എല്ലാം നമ്മുടെ LED ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ റിയർ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ അഡീഷണൽ ആയിട്ട് വെക്കാണ്ട. ടാറ്റയുടെ ഒരു ലോഗോ കാണാം. ഇവിടെ തുറക്കാൻ പറ്റില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ കീ ഉണ്ടെങ്കിൽ മാത്രമാണ് ലഗേജ് സ്പേസ് തുറക്കാൻ പറ്റുള്ളൂ. മാർക്കപ്പോളോന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് പറയുകയാണെങ്കിൽ 10440 mm, ഓവറോൾ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 2340 mm, അതുപോലെ തന്നെ ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 3120 mm ആയിട്ട് വരണേ. ഈ ഒരു ഹോളിന്റെ അകത്തോടെ നോക്കിയാലാണ് സ്പെയർ വീല് ഒരാളുടെ സംവിധാനം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 1800, അതുപോലെ തന്നെ റിയർ ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 3240 ആണ് വരുന്നത്. ഇവിടെ ടയറൊക്കെ പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് വാഹനത്തിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 24 വോൾട്ട് 120 AH ബാറ്ററിയാണ് യൂസ് ചെയ്തതാണ്. ഇവിടെ ഒക്കെ ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം ഡെഫ് ടാങ്കിന്റെ ഒരു ബോക്സ് ആണ് കേട്ടോ വരുന്നത്. ഏകദേശം 24 ലിറ്ററിന്റെ ഡെഫ് ടാങ്ക് ആ ഒരു അളവാണ് വാഹനത്തിന് കൊടുത്തേക്ക്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം സ്റ്റിക്കർ ആക്കിയിട്ടില്ലേ ടാറ്റ അൾട്രയുടെ. പിന്നെ മുകളിലും താഴെയും ഫിക്സ്ഡ് ആക്കിയിട്ടുള്ള ഒരു എയർ ഡോർ സംവിധാനങ്ങളാണ് ഇവിടെ കൊടുത്തതാണ്. ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഡ്രൈവർ ഡോറ് തുറന്ന് വാഹനത്തിന്റെ ആ ഒരു ക്യാബിൻ സ്പേസ് നമുക്ക് നോക്കിയാലോ. ഒരു സ്റ്റെപ്പ് ഉള്ളോട്ടാ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ നമ്മൾ വാഹനത്തിന്റെ അകത്ത് കയറുന്നു. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലെഗ് റൂമും അതുപോലെ തന്നെ ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സീറ്റ് എയർ സീറ്റ് ആട്ടാ. ഇതൊക്കെ ഡ്രൈവറെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യമാട്ടാ. ഇവിടെ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ ക്ലീൻ ആട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ എന്താ ഒരുപാട് കീ ഇവിടെ കാണാം. അത് ഞാൻ പറഞ്ഞല്ലോ, വാഹനം ഓണാക്കാനുള്ള കീ, ഡെഫ് ടാങ്കിന്റെ കീ, ബാക്കിലത്തെ ലഗേജ് ബോക്സിന്റെ കീ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. നമുക്കൊന്ന് ഓണാക്കി നോക്കിയാലോ. വാഹനത്തിന്റെ ആ ഒരു സൗണ്ട് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. സെന്റർ ഭാഗത്ത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അനലോഗ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ കുറെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. 3 ഡ്രൈവ് മോഡുകളാണ് വരുന്നത്. ലൈറ്റ്, ഹെവി, മീഡിയം എന്ന് പറഞ്ഞിട്ട്. ഹൈവേസിലൊക്കെ പോകണമെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് പോയാൽ മതി. ഹെവി ഒക്കെ നമുക്ക് ഹെവി ആയിട്ടുള്ള കയറ്റങ്ങൾ കയറുമ്പോഴും കുറെ ആൾക്കാരൊക്കെ വെച്ച് കയറ്റം കയറുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിൽ എഞ്ചിൻ റൺ ചെയ്തിട്ടുള്ള ഹവേഴ്സ്, ട്രിപ്പ് A, ട്രിപ്പ് B സംവിധാനങ്ങൾ കാണാം. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് നോക്കി അടിപൊളിയല്ലേ. ഇവിടെ എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 4 ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചും, ഇവിടെ ക്ലച്ചിന്റെ ആ ഒരു ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല അത്യാവശ്യം സ്മൂത്ത് ആണ്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അവൈലബിൾ ആണ്. വലിയൊരു ഡാഷ്ബോർഡ് ആട്ടാ. നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ് അതിലും യൂസ് ചെയ്തേക്കണത്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ കാണാം. ഇതിൽ നമുക്ക് ആ ഒരു വാഹനത്തിന്റെ എയർ ഡോറ് തുറക്കാനുള്ള ഒരു സ്വിച്ചാണ് പച്ച കളറിലുള്ള സ്വിച്ച്. അപ്പുറത്ത് എമർജൻസി ആയിട്ട് ഡോറ് തുറക്കാനുള്ള സംവിധാനത്തിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറ് തുറന്ന് കിടക്കണതിന്റെ ഒരു ലൈറ്റ് ആയിട്ട് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കത്തി കിടക്കണേ. ഞാൻ ഈ ഡോറ് അടച്ച് കാണിച്ചിട്ടുണ്ട്, കണ്ട നൈസായിട്ടില്ലേ. അതൊക്കെ നമുക്ക് ഡ്രൈവർക്ക് സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ കോക്ക്പിറ്റ് ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ ഇവിടെ എല്ലാം ലൈറ്റുകളുടെ സ്വിച്ചാണ്. മുകളിൽ ആ ഒരു പച്ച കളറും റെഡ് കളറുള്ള സ്വിച്ച് റീജനറേഷന്റെ സ്വിച്ചുകളാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൈവ് മോഡ്, ലൈറ്റ്, ഹെവി, മീഡിയം എന്ന് പറഞ്ഞുള്ള ആ ഡ്രൈവ് മോഡുകളാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്, വേറെ എക്സ്ട്രാ സ്വിച്ചുകൾ. അതൊക്കെ വാഹനത്തിന്റെ അകത്തുള്ള ലൈറ്റുകളുടെ സ്വിച്ചുകളും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റിന്റെ സ്വിച്ചുകളും ട്രാക്ഷൻ ഓഫ് ചെയ്തിട്ടുള്ള സ്വിച്ചുകളാണ്. പിന്നെ AC സംവിധാനത്തിന്റെ ആ ഒരു സെറ്റപ്പും റൈറ്റ് സൈഡിൽ കാണാം. ഇവിടെ ഞാൻ ഓണാക്കി കാണിച്ചാൽ കേട്ടാ. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ വാഹനത്തിന്റെ AC റൺ ചെയ്ത് തുടങ്ങും കേട്ടോ. നല്ല ചൂടിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ടെമ്പറേച്ചർ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. നമുക്കൊരു 18 സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂൾ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അടിപൊളിയായിട്ട് കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട് വാഹനത്തിന്.
ഏകദേശം ഇതിൻ്റെ ഹൈവേ മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 5 മുതൽ 8 വരെയാണ് കേട്ടോ ആ ഒരു മൈലേജ് നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ കിട്ടുന്നവർ വരെ ഉണ്ട്, പക്ഷെ ഞാനൊരു ഏകദേശം പറഞ്ഞതാണ്. ഇനി നമുക്ക് ചെക്കൻ്റെ ഹൃദയഭാഗം നോക്കിയാലോ, ഒരു 3.3 ലിറ്റർ ഒരു കിഡിലൻ ഡീസൽ എഞ്ചിനാണ് വാഹനത്തിൽ കൊടുത്തേക്കണേ. 475 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 117 കിലോ വാട്ട് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്രൂസ് കൺട്രോൾ സംവിധാനങ്ങൾ കാണണ്ട, അതിങ്ങനെ ഓൺ ആക്കിയിടാളും ഓഫ് ആക്കിയിടാനുള്ള സംവിധാനങ്ങളുണ്ട്. റൈറ്റ് സൈഡിൽ നോർമൽ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന്റെ സംവിധാനങ്ങളും. പിന്നെ ക്ലച്ച് ഒരു 330 ഡയയുടെ ക്ലച്ചാണ് കൊടുത്താണ്. ഇനി ഏറ്റവും ഗംഭീരമായുള്ള കാര്യം G550 6 സ്പീഡ് കേബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് കൊടുത്താണ്. 6 സ്പീഡ് സംവിധാനമാണ്. റിവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ സെൻസറുകളാണ് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ റിവേഴ്സിലല്ല കേട്ടോ, ഒരു സ്റ്റെപ്പും കൂടെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയാലാണ് റിവേഴ്സ് വീഴുള്ളൂ. പിന്നെ സെൻട്രൽ ഭാഗത്ത് വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ലൊരു ഇൻസുലേഷൻ ഉള്ള ഹുഡാണ് കേട്ടോ ഈ ഒരു ഗിയർ ബോക്സിന്റെ താഴെയുള്ള. അപ്പോൾ അധികം ചൂടൊന്നും അകത്തേക്ക് വരില്ല. എയർ ബ്രേക്ക് സംവിധാനങ്ങളാണ് കൊടുത്താണ്. ഇവിടെ ഹാൻഡ് ബ്രേക്കും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇന്റീരിയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ ലൈറ്റിന്റെ സ്വിച്ചുകൾ ഓരോന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ. ഈ ലൈറ്റ് ഇടുമ്പോൾ ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിൽ മുകളിൽ 2 ലൈറ്റ് കത്തണം. ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം ബാക്ക് സൈഡിലത്തെ ലൈറ്റുകളാട്ടോ. ഒരു ഫാൻ വരുന്നുണ്ട്. എല്ലാം ഒരു ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്താണ്. മുകളിലൊക്കെ ഇഷ്ടം പോലെ ലഗേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ സ്വിച്ചുകൾ മെയിനായിട്ട് പറയാനായിട്ടുള്ള. ഈ ഒരു സ്വിച്ച് മൾട്ടി പർപ്പസ് സ്വിച്ച് ആട്ടാ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിലത്തെ ഭാഗത്തുള്ള ഒരു ഫീച്ചറുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സീറ്റ് മുന്നിലേക്കും ബാക്കിലേക്കൊക്കെ ഇടാനൊക്കെ പറ്റും. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കും ഇറക്കിയിട്ടാണ്. ഇത് എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ ലേശം കൂടെ കയറ്റിയിടാം. ഞാൻ ജസ്റ്റ് റിവ്യൂ ചെയ്യാനായിട്ട് ഇറക്കിയിട്ടാണ്. പേസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട്. നല്ലൊരു എയർ ഫ്ലോയും കൂടെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ AC ഓൺ ആക്കാൻ പോട്ടെ. അപ്പോൾ RPMത്തിന്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോ. മനസ്സിലായി. ആ കംപ്രസർ എടുത്തപ്പോൾ ഉള്ള ഒരു സൗണ്ട് വ്യത്യാസം, RPMലും ചെറിയൊരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. കണ്ട അവിടെ. ഇനി അകത്തത്തെ ഫീച്ചേഴ്സ് നോക്കാം. മുകളിലും താഴും ഫിക്സഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡോറാണ് കൊടുത്താണ്. 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലാണ് അകത്തേക്ക് നമുക്ക് എത്തുള്ളൂ. പക്ഷെ ഒരു ലോ ഫ്ലോർ സംവിധാനം പോലെയാണ് വാഹനം സെറ്റ് ചെയ്തേക്കണം. കണ്ട ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാനാണെന്ന് തോന്നുന്നു. യെല്ലോ കളർ അടിച്ചിട്ടാണ് വന്നാണ്. വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ ഫുൾ ക്ലീൻ ആക്കി ഇട്ടേക്കാണ്. അതാണ് ഈ പേപ്പറൊക്കെ ഇട്ടാണ്. ഞാൻ ഷൂ ഒന്നും ഇല്ലാണ്ടാണ് അകത്തേക്ക് കയറാണ്. മുകളിൽ 2 എമർജൻസി എക്സിറ്റുകൾ വേറെയും കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാഹനത്തിന്റെ ഡെലിവറിയും കൂടിയാട്ടോ. അതാണ് ചുറ്റിലും ആൾക്കാർ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ എനിക്ക് ഈ വാഹനത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോ ഫ്ലോർ ആണെങ്കിലും എല്ലാ രീതിക്കും വലിയ ബസ്സുകളുടെ ഒരു സംവിധാനങ്ങൾ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംറെസ്റ്റ് കാണാം. കണ്ട ആ സീറ്റിന്റെ മുകളിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ചെറിയൊരു സോഫ്റ്റ് കുഷൻ. പിന്നെ പുഷ് ബാക്ക് സംവിധാനങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, ഈ ഒരു ചെറിയ ബസ്സിന്റെ അകത്തുള്ള സംവിധാനങ്ങൾ നോക്കിയതാ. പുഷ് ബാക്ക് കണ്ട ഇത്രയ്ക്ക് നമുക്ക് പുഷ് ബാക്ക് ആക്കാൻ പറ്റും. ഞാൻ ആ ബാക്കിലത്തെ സീറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ സിംഗിൾ സീറ്റിന് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ സീറ്റിനും ചാർജിങ് സംവിധാനവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കാണാം. ഓരോ സീറ്റിന്റെ മുകളിലും AC വെന്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന്, അതായത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊടുത്താണ്. ഇതാണ് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ. നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 സീറ്റുകൾ വെച്ചിട്ടാണ് കൊടുത്താണ്. താഴെ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല 2 സീറ്റുകളുടെ നടുഭാഗത്തായിട്ട് കണ്ട സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു സീറ്റ് ബെൽറ്റ് കാണാം. സെൻട്രൽ ഭാഗത്ത് USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു യാത്രക്കാരനെ സംബന്ധിച്ച്, ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് അവരുടെ സേഫ്റ്റി നോക്കിയിട്ടുണ്ട്, കൺവീനിയൻസ് നോക്കിയിട്ടുണ്ട്, കംഫർട്ടും നോക്കിയിട്ടുണ്ട് കേട്ടോ ടാറ്റ മോട്ടോഴ്സ്. ഇതേ മുകളിൽ ലഗേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ KSRTCയും ഈ വാഹനം ബുക്ക് ചെയ്യാൻ കാരണം. കണ്ടാൽ എല്ലാ കാര്യങ്ങളും ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ് കൊടുത്താണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, 4 വിൻഡോസും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. മുന്നിൽ 2 പിറകിൽ 2. ഈ ഒരു ഡോറാണ് നമ്മളുള്ള വിൻഡോ. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. കണ്ട ഇങ്ങനെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. ഒരു ചെറിയൊരു കണ്ട ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് കിട്ടണം. പക്ഷെ എയറൊക്കെ സിമ്പിളായിട്ട് അകത്തേക്ക് കയറും കേട്ടോ, ഇൻ കേസ് AC വർക്ക് ചെയ്തില്ലെങ്കിൽ. പിന്നെ പുറമേ നിന്ന് കള്ളന്മാർക്ക് ഇത് തുറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും തുറക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അതിന്റെ ലോക്കിംഗ് സംവിധാനങ്ങൾ സെറ്റ് ചെയ്തത്. ഇതാണ് ഒരു കവർ പൊളിച്ചിട്ടുള്ള സീറ്റ്.
നല്ലൊരു സോഫ്റ്റ് കുഷ്യനൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്താട്ടം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിനൊക്കെ ഒരു കുളിര് കിട്ടുന്ന രീതിക്കാണ് ഇതിന്റെ സീറ്റിംഗ് കളർ ഓപ്ഷൻസ് കൊടുത്താണ് കേട്ടോ. ബ്ലൂ കളർ. ഞാൻ ഇനി ഇതിന്റെ പുഷ് ബാക്ക് സംവിധാനങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ സീറ്റും അപ്പുറത്തെ സീറ്റും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ ഞെക്കാട്ടാ പുഷ് ബാക്കിന്റെ സ്വിച്ച് കണ്ട, ഞാൻ ബാക്കിലേക്ക് പോകണുണ്ട്. ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് പോകാനൊക്കെ പറ്റും. ഇത് KSRTC വാഹനത്തിലും ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുഷ് ബാക്കിൻ്റെ ഒരു ഇത്. പിന്നെ AC കാര്യം പറഞ്ഞല്ലോ, ഓരോ സീറ്റിൻ്റെ താഴേക്കും AC ഇങ്ങനെ സുഖസുന്ദരമായിട്ട് കുളിരൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ഒരു AC വെൻ്റ് കൂടെ മാത്രമല്ല കേട്ടോ, മുകളിലും സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലായിടത്തും എയർ ഫ്ലോ കൂട്ടാനായിട്ട് വേറെ വെൻ്റുകളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇവിടെ എമർജൻസി എക്സിറ്റ് കാണാം. സെൻറ്റർ ഭാഗത്ത് ഇരിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെയും എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. മുമ്പ് ചെയ്ത വാഹനത്തിൽ ഈ എമർജൻസി എക്സിറ്റിൻ്റെ ഡോറ് ആ ഒരു വിൻഡോ സ്പ്ലിറ്റ് ഗ്ലാസ് ആയിരുന്നു. ഇത് ഫിക്സഡ് ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കാര്യമായിട്ട് സ്പേസ് ഒന്നും വരില്ല. ഇതിൻ്റെ താഴ്വശത്തായിട്ടാണ് ലഗേജ് സ്പേസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് വാഹനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ ഫീച്ചേഴ്സ് ആണോ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള അബ്രിക്ക മോട്ടോഴ്സിൽ നിന്നാട്ടാ. ടാറ്റയുടെ ഒഫീഷ്യൽ ഡീലർ തന്നെയാട്ടോ വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ താഴെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും കിട്ടും.